അല്ലാഹി വറസൂലിഹി. ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിൽ പറഞ്ഞില്ലേ, രണ്ട് കക്ഷികളോടാണ് പടച്ചവന്റെ യുദ്ധം. ഒന്ന് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവരോടാണ്, ഔലിയാക്കളോട് ശത്രുത വെക്കുന്നവനോട് അല്ലാഹു യുദ്ധമാണ്. മറ്റൊന്ന് പലിശയുടെ ഏർപ്പാടുകാരനോടാണ്. ഇങ്ങനെ അല്ലാഹ് യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ട് ഖുതുബുസ്സമാനാണ്. നിങ്ങൾക്ക് ഇയാളെ കൂടെ കൂടിയാൽ ചിരിച്ചു മരിക്കാമെന്ന് പറഞ്ഞാൽ ആഖിറത്തുനിന്ന് കരച്ചല് തീരൂല കേട്ടോ. പണ്ഡിതന്മാർക്ക് സത്യം തുറന്നു പറയാതെ നിർവാഹമില്ല. ശരീഅത്തിന്റെ നിയമം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാതെ ഒരു മനുഷ്യനും വലിയോ ഖുതുബോ പോയിട്ടൊരു സാധാരണ മൂമിനായ നല്ല ഒരു മൂമിനോ മുത്തഖിയോ ആകാൻ കഴിയൂല. വെറുതെയല്ല ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഇവിടെ ഈ കുണ്ടോട്ടിയിൽ തന്നെ വന്നിരുന്ന ചില ശൈഖന്മാരെ വിമർശിച്ചിരുന്നത്. പക്ഷേ ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചതിനാൽ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിനാൽ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്, അറസ്റ്റ് ഭരിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോ പോലീസുകാര് അതാ വാതിലും പൂട്ടി അകലെ പോയി കാവൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ ഉമർ ഖാദിയെ കണ്ടില്ല. പോലീസുകാര് നെട്ടോട്ടമോടുകയാണ്. മഹാനവറുകൾ കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് അതേ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു, പോലീസുകാരോട് പറയൂ ഞാൻ ഇവിടുന്ന് ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ പള്ളിയിലുണ്ട്, അവരെ ജോലി തെറിച്ചു പോകണ്ട. ജയിലിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊട്ടാരത്തിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ബിൽക്കീസിന്റെ കൊട്ടാരത്തിൽ നിന്ന് അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയ കറാമത്ത് കൊണ്ട് എത്തിച്ചത് ഖുർആൻ പഠിപ്പിച്ചില്ലേ. ഉമർ ഖാദി തങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഒരു ഭാഗത്ത് അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണ്, തൊട്ടടുത്ത് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടാണ്. സയ്യിദുനാ ഉമർ ഖാദിൽ ബിലങ്കൂത്തി റഹിമഹുല്ലാഹ്. പക്ഷേ അന്നത്തെ വ്യാജ തരീഖത്തുകാർക്ക് കുറച്ചെങ്കിലും മാന്യതയുള്ളത് കൊണ്ട് അത് ഞങ്ങളെ കറാമത്താണെന്ന് വീമ്പളക്കിയിരുന്നില്ല. ഉമർ ഖാദി ജയിലിലായത് അത് ഞങ്ങളെ കറാമത്താണെന്ന തോന്നിവാസം പറയുന്ന അത്ര വിവരക്കേട് അന്നത്തെ കള്ളത്തരീഖത്തുകാർക്കുണ്ടായിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി 40 കൊല്ലം ജീവിച്ചു. ആ 40 കൊല്ലത്തിലിടയ്ക്ക് എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. പക്ഷേ കൊണ്ടുവരൂ എതിരാളികളെ. ആശയപരമായ വെല്ലുവിളിയാണ്, കായികമായ വെല്ലുവിളിയല്ല, ആശയപരമായ വെല്ലുവിളിയാണ്. ഈ ഖുർആനിലുള്ളൊരു ചെറിയ സൂറത്ത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആ സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലും ഒന്ന് കൊണ്ടുവരൂ, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ഇന്ന് വരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞു. അതാണ് ഖുർആനുൽ ഹകീം. ആ ഭദ്രമായ ചോദ്യം ചെയ്യപ്പെടാത്ത ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. ഹിറയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇറങ്ങിത്തുടങ്ങി. വായിക്കാനാണ് പറഞ്ഞത്, പഠിക്കാനാണ് പറഞ്ഞത്, എഴുത്തിന്റെ മഹത്വമാണ് പറഞ്ഞത്. മനുഷ്യനെ പടച്ചത് റബ്ബാണെന്നാണ് പറഞ്ഞത്. നിസ്സാരനായിരുന്നു മനുഷ്യനെ ഉയർത്തിയവൻ അല്ലാഹുവാണ്. ആരും അഹങ്കരിക്കേണ്ടതില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലാഹുവിനെ ആരും മറക്കാൻ പാടില്ല.
ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഞാൻ ഈ വർഷം പാറക്കടവിൽ ഇഖ്റ ബിസ്മിയാണ് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന്റെ സീഡി അടുത്ത കൊല്ലം വരും. ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, നബിയാണെന്ന് എന്നും തെളിവ്. എന്നും വെല്ലുവിളിക്കാനുള്ള മൗജിദത്തും അതാണ്. വേറെയുള്ള മൗജിദത്തുകൾ വെല്ലുവിളിക്കാനുള്ള മൗജിദത്തല്ല. വേറെ ഒരുപാട് മൗജിദത്തുകൾ ഉണ്ട്. അതുകൊണ്ട് വെല്ലുവിളിക്കാൻ പറഞ്ഞിട്ടില്ല. വെല്ലുവിളിക്കുന്നവർ അറിവില്ലാത്തവരാ. സംസം വെള്ളം വലിയ മൗജിദത്താണ്. ആരെ മൗജിദത്ത്? മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ പിഞ്ചു കുഞ്ഞാണെന്ന്. അന്ന് ആ പിഞ്ചു കുഞ്ഞിന് നുബുവത്തൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പയായ പിഞ്ചു കുഞ്ഞിന്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സകിയ്യത്തി. ആ നബി തങ്ങൾ ശരീരത്തിലുള്ള സമയത്താണ് കാലടിച്ചത്. ആ കാലടിച്ച സ്ഥലത്ത് നിന്നാണ് വെള്ളം പൊട്ടിയൊലിച്ചത്. ആ വെള്ളത്തിനാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ തടാകം കെട്ടിയത്. അതൊരു വലിയ അണക്കെട്ടല്ല, ഒരു പെണ്ണിന്റെ കൈകൊണ്ട് കെട്ടിയ ആ കെട്ടാട്. വെള്ളം പൊട്ടി പൊട്ടി ഒഴുകുകയാണ്. സംസം സംസം അടങ്ങാൻ പറയുകയാണ്. ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മൗജിദത്താണ്. ഉപ്പാപ്പയുടെ മുതുകിലുള്ളപ്പോൾ തന്നെ മൗജിദത്താണ്. അതിന് മൗജിദത്ത് നല്ല സാങ്കേതികമായി പറയൽ റിഹാസ് എന്നാണ്. വഫാത്തിന് ശേഷമുള്ള അത്ഭുതത്തിന് സാങ്കേതികമായി പറയ കറാമത്തെന്നാണ്. അത് മുതഅല്ലിമീങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പിന്നത് പറഞ്ഞത് എന്താണെന്നറിയോ? അതറിയാത്ത വിവരമില്ലാത്തവൻ അതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതുകിലുള്ള സമയത്ത് പൊട്ടിയൊലിച്ച വെള്ളം ഇന്നും അത്ഭുതമല്ലേ? ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനോ ബ്രിട്ടൻകാരനോ പറയാൻ കഴിയോ? ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ട് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ കൊല്ലവും ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ കിണറ്റിലെ വെള്ളത്തിന് മാറ്റമില്ല. 6 മാസം മഴ പെയ്യുന്ന കേരളമല്ല. ഇതൊരു നദിയുടെ വക്കല്ല, കടലിന്റെ വക്കല്ല, വെറും പാറക്കല്ലുകളുള്ള മരുഭൂമി. ഒരു കൊല്ലത്തിൽ ഒരു മഴ തന്നെ കിട്ടാൻ പ്രയാസമുള്ള മരുഭൂമിയിൽ ഒരു ചെറിയ കിണറ്റിലെ വെള്ളം കോടികൾ ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലങ്ങളായി തീരുന്നില്ല. അത് തന്നെ വലിയ അത്ഭുതമല്ലേ? പക്ഷേ ആ മുഅ്ജിസത്തായ വെള്ളമല്ലെങ്കിൽ ആ വലിയ അത്ഭുതമായ വെള്ളം എനിക്ക് തന്നെ അറിയാം. ഹബീബായ നബി തങ്ങൾ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അത് നേടും എന്ന് പറഞ്ഞു. എന്റെ ശിഷ്യൻ അജാപുരത്തുള്ള സഖാഫി ഹസൻ സഖാഫി, കർണാടകക്കാരനാണ്, സുല്യ. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ എന്നോട് വന്ന് പറഞ്ഞു, സങ്കടം പറഞ്ഞു. ഞാൻ സംസം വെള്ളം എടുത്ത് മന്ത്രിച്ചു കുടിക്കാൻ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം തന്നെ പയ്യന്നൂരിനടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ കേട്ടു. ആ വെള്ളം കുടിച്ചുകൊണ്ട് ക്യാൻസർ രോഗം മാറിപ്പോയി. പക്ഷെ ഇത് പറയുമ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ ഹദീസും പറയുമ്പോഴേക്ക് നാളെ ഒരുത്തൻ ക്യാൻസർ രോഗം ഉള്ള ഒരു ആളെ എടുത്തു വരിക, കുറച്ച് സംസം വെള്ളവും ഇത് കുടിച്ചിട്ട് മാറുന്നുണ്ടെങ്കിൽ സംസമാണ്, അല്ലേ സംസമല്ല എന്ന് തീരുമാനിക്കാൻ വന്നാൽ ഇസ്ലാമിനെ പറ്റി ചുക്കും അറിയില്ല എന്ന് വിധിക്കും പണ്ഡിതന്മാർ കേട്ടു. എവിടെ എന്തിന് വെല്ലുവിളിക്കണം? വെല്ലുവിളിക്കാൻ ഒരേ ഒരു ഖുർആൻ കൊണ്ട് വെല്ലുവിളിച്ചോ, വേറൊന്നും വെല്ലുവിളിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ലൗ കുതിബൽ ഖുർആൻ ഫീ ഇഹാബിൻ ثم ഉൽഖിയ ഫിന്നാരി മഹ്തറഖാ. നിസ്കാരത്തിലില്ലേ ഹദീസ്? ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് ആ തോല് തീയിലിട്ടാൽ തോല് കരിയൂല.
ഹദീസാ ഇസ്കാത്തില്. അപ്പൊ നാളെ വേറൊരുത്തർ ഒരു ഫാത്തിഹ സൂറത്ത് എടുക്കുക, ഒരു തോലുമ്മൽ എഴുതുക, എന്നിട്ട് തോല് തീയിലിട്ടിട്ട് കരിയുന്നുണ്ടെങ്കിൽ ഖുർആനാണ്, കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ്, കരിയുന്നുണ്ടേ ഖുർആനല്ല. ഈ ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയാത്തവനല്ലേ അവൻ. അങ്ങനെയൊന്നും വെല്ലുവിളിക്കാൻ പാടില്ല. വെല്ലുവിളിക്കാൻ ഒരേ ഒരു മോചനം, അതാണ് പരിശുദ്ധ ഖുർആൻ പോലെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു ഖുർആൻ. ആദ്യം ഒരു ഖുർആൻ പറഞ്ഞു, പിന്നെ 10 സൂറത്ത് പറഞ്ഞു, പിന്നെ ഏറ്റവും ചെറിയൊരു സൂറത്ത്. അതുപോലെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയോ? അതാ വെല്ലുവിളി. മറ്റുള്ള മോചനത്തോട് വെല്ലുവിളിക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചിലർക്ക് എന്താ വെല്ലുവിളിച്ചാ നേരിട്ടാലും ഇനി നമുക്കും വിവരമില്ലാണ്ടാകും. ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതാണ് ശരീഅത്തിന്റെ മേലെ നിയോഗിച്ചു. ആ ശരീഅത്ത് വിട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്തുകൂടാ. വിവരമില്ലാത്ത ജനങ്ങൾ അത്ഭുതം കാണുമ്പോ ഇത് കറാമത്താണെന്ന് മനസ്സിലാക്കും. ചിലപ്പോ കാണുന്നവന്റെ പിന്നാലെ പോയി അവന്റെ ദീൻ നശിപ്പിക്കും. അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രം ഒരാളെയും സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അടുത്ത മദ്ഖലിൽ പറഞ്ഞൊരു സംഭവം. മൂപ്പരുടെ ശിഷ്യന്മാരായ കുറെ ആളുകള്, ഒരു ശിഷ്യൻ ഉസ്താദിനെയും വിട്ടങ്ങ് പോയിക്കളഞ്ഞു. ബാക്കിയുള്ള ഉസ്താദും ഒരു ശിഷ്യന്മാരൊക്കെ കൂടണ്ട്. ഒരു ശിഷ്യൻ പോയിക്കളഞ്ഞു. ആ ശിഷ്യന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, ഞാനാണ് പ്രഗത്ഭനായ ശിഷ്യൻ. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെയും വിട്ടങ്ങ് പോയി. ഉസ്താദിന്മാർക്ക് എപ്പോഴും ശിഷ്യന്മാരോട് ബാപ്പക്ക് മക്കളോടുണ്ടാകുന്നതിനേക്കാൾ സ്നേഹവും വാത്സല്യവുമാണ്. ആ ശിഷ്യനെ കാണാതിരുന്നപ്പോ ഉസ്താദ് അന്വേഷിച്ചപ്പോ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ സ്വന്തം തന്നെ ശൈഖാണ്. സുബ്ഹാനല്ലാഹ്. ആ ശിഷ്യനെ ഒന്ന് വിളിപ്പിച്ചു വെച്ചു, മോനെ നിന്നെന്തേ ഇപ്പൊ കാണാത്തത്? ശിഷ്യൻ പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തുനിന്ന് നിസ്കരിക്കലാണ്. സ്വർഗത്തുനിന്ന് നിസ്കരിക്കലോ മോനെ? അതെ. എന്നാൽ എന്നെയും ആ സ്വർഗത്തിലൊന്ന് കൊണ്ടുപോവോ? ഉസ്താദേ, കൊണ്ടുപോകാം. രാത്രിയിൽ ഉസ്താദ് വരണം. സുബ്ഹാനല്ലാഹ്. രാത്രിയിൽ ശിഷ്യൻ പറഞ്ഞ പോലെ ഉസ്താദ് ഹാജരായി. ഉസ്താദിന്റെ വിനയമാണ് ഈ ശിഷ്യനെ ഒന്ന് നന്നാക്കിയെടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്. രാത്രിയായപ്പോഴതാ വരുന്ന ശിഷ്യൻ. പിന്നെ വരുന്നതൊരു വലിയ പറവയാണ്, ഒരു പറക്കുന്ന ജീവിയാണ്. വന്ന് ചിറകങ്ങി വിരിച്ചു കൊടുത്തു. രണ്ടാളുകളും അതിന്റെ പുറത്തു കയറി. ആ പുറത്തു കയറിയപ്പോൾ അത് സ്പീഡിലങ്ങ് പറന്നു. അങ്ങകലെ നല്ല സുന്ദരമായ ഒരു തോട്ടം, വല്ലാത്ത അത്ഭുതകരമായ തോട്ടം. എന്തൊരു പഴങ്ങൾ, എന്തൊരു തോട്ടം! അവർണ്ണനീയമാണ്, സ്വർഗതുല്യമാണ്. ശിഷ്യൻ അവിടെ എത്തിയപ്പോ പറഞ്ഞു, ഉസ്താദേ, ഇനി നമുക്ക് നിസ്കരിക്കാം. ഉസ്താദ് പറഞ്ഞു, മോനെ, അതിനെന്നെ കിട്ടൂല. എന്തേ നിസ്കരിക്കാൻ കിട്ടാത്തത്? ഞാൻ സ്വർഗത്തിൽ കടക്കാനാണ് നിസ്കരിച്ചത്. സ്വർഗത്തിൽ കടന്നിട്ട് നിസ്കരിക്കലില്ല. നീ പറഞ്ഞില്ലേ സ്വർഗത്തിലെത്തൂന്നല്ലേ? ഇപ്പൊ സ്വർഗത്തിലെത്തിയത് സ്വർഗാന്നല്ലേ പറയുന്നത്? എന്നാ സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കലല്ല, സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കലാണ്. ഞാൻ പഠിച്ച ശരീഅത്ത് അങ്ങനെയാണ്. അവിടെ നിസ്കരിക്കാൻ ഞാനില്ല. എന്നാ ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് നിസ്കാരത്തിന് നിന്നു. നിസ്കരിച്ചു സുബിയാകാനായി. സാധാരണ നമ്മൾ മടങ്ങിപ്പോവല്ലേ? നമ്മൾ പറവ രണ്ടാമത് പറവ പോയി, രണ്ടാമത് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട്. പോവല്ലേ? മോനെ, ഞാൻ വരൂല. അതെന്തേ? സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല മോനെ. ഒരാള് സ്വർഗത്തിലെത്തിയാൽ ഖാലിദീന ഫീഹാ അബദാ. സ്വർഗത്തിൽ കടന്നവൻ പിന്നെ സ്വർഗത്ത് നിന്ന് ഇറങ്ങലില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ എന്നോട് പറയരുത്. ഞാൻ പഠിച്ച ദീൻ അങ്ങനെയാ, ഞാൻ പഠിച്ച ഖുർആൻ അങ്ങനെയാ. ഈ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, പോയില്ലെങ്കിൽ അപകടമാണ്. അതൊന്നും പറഞ്ഞ കാര്യമില്ല, സ്വർഗത്തിലെത്തിയ ഞാൻ ഇറങ്ങൂല. പിന്നെ ഈ പക്ഷി ചിറകിട്ടങ്ങ് അടിച്ചില്ലേ, ഭൂമി കുലുക്കൂന്ന് തോന്നി. അത്ര വലിയ കുലുക്കം. ശിഷ്യൻ പറഞ്ഞു, എന്തെങ്കിലും മുസീബത്ത് വരും ഉസ്താദേ, പെട്ടെന്ന് പോകണം. ഒരു മുസീബത്തും സ്വർഗത്തിൽ ഉണ്ടാവൂല മോനെ. ത്തിലെത്തുന്നവരെ സ്വർഗത്തിലെത്തിയ മുസീബത്തില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ പക്ഷിയങ്ങ് പറന്നുപോയി. നേരം വെളുത്തിങ്ങനെ വരികയാണ്. നേരം വെളുത്തപ്പോൾ
ഉസ്താദ് ഇങ്ങനെ നോക്കുകയാണ്, ശിഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് നിന്നെ ശൈത്താൻ എത്തിച്ച സ്ഥലമല്ലേ മോനെ ഇത്? സുബ്ഹാനല്ലാഹ്, മുഴുവനും കാഷ്ടമാണ് കേട്ടോ, മുഴുവനും നജസാണ് കേട്ടോ. ഈ നജസിനെ സ്വർഗമാണെന്ന് കാണിച്ചു കൊടുത്തതാണ് ശൈത്താൻ. അത് ഈ വിവരം കെട്ട ശിഷ്യന് മനസ്സിലായില്ല. എന്നിട്ട് ഉസ്താദിനേക്കാൾ വിവരമുണ്ടെന്ന് തോന്നി. അതേ ഉസ്താദിന്റെ കാരുണ്യം കൊണ്ട്, ഉസ്താദിന്റെ ഇൽമു കൊണ്ട്, ഉസ്താദിന്റെ വാത്സല്യം കൊണ്ട് ആ ശിഷ്യൻ രക്ഷപ്പെട്ടുപോയി. അറിവില്ലാത്തവൻ. അതുകൊണ്ടാ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, മോനെ തഫഖഹ്, നീ വിവരം നേടണേ മോനെ. ഉസ്താദില്ലാത്തവന്റെ ഉസ്താദ് ഇബ്ലീസായി പോകും മോനെ. അതുകൊണ്ട് ഖുർആനും സുന്നത്തുമൊക്കെ നന്നായി അറിയുന്ന മഹാപണ്ഡിതന്മാരായ, അതിനനുസരിച്ച് ജീവിക്കുന്ന ആലിമീങ്ങളെ മാത്രം നീ ഗുരുനാഥന്മാരായി ഫോളോ ചെയ്യണേ, ഗുരുനാഥന്മാരായി ശൈഖന്മാരായി സ്വീകരിക്കണേ. അറിവില്ലാത്തവരെ ശൈഖാക്കി നീ പെട്ടുപോകരുതേ എന്ന് അൽ ഖുതുബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞില്ലേ? ഓ സുഹൃത്തുക്കളെ, വേദം വിളമ്പിപ്പറവാൻ മടിച്ചാരെ വേദാംബരവായിൽ തുപ്പിക്കൊടുത്തോവർ. തുറക്കുമോനെ വായാ എന്ന് പറഞ്ഞവിടുത്തെ സർഫാക്കപ്പെട്ട ഉമിനീര് തുപ്പിക്കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് ഖുർആനോദി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഇജാസത്ത് നൽകിയ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പണ്ഡിതന്മാരെ അല്ലാതെ ശൈഖായി സ്വീകരിക്കരുതെന്നല്ലേ അവിടുത്തെ കിതാബിലുടനീളം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അബദ്ധം വരും, അബദ്ധം മനസ്സിലാവില്ല. അത്ഭുതം കാണുമ്പോൾ ചിലർക്ക് അതിന്റെ പിന്നാലെ പോകും. അത്ഭുതം ശൈത്താൻ മുഖേനയും പല അത്ഭുതങ്ങളും സംഭവിക്കും. അത് നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ തെളിവ്. അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹ് അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി. എന്തിന്റെ അടയാളം? ഈ ദീൻ സത്യമാണ് എന്നതിന്റെ അടയാളം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ അടയാളം അൽ ഖുർആൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അലാമത്താക്കി. അതൊരു തഫ്സീറാണേ മുത്തഅല്ലിമീങ്ങളെ. സാധാരണ നിങ്ങൾ ചിലപ്പോൾ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു എന്ന് അർത്ഥം വെച്ച് വന്നിട്ടുണ്ടാവും. അത് കണ്ടിട്ട് മറ്റേനെ ചോദ്യം ചെയ്യണ്ട. لها معان كموج البحر في مددي وفوق جوهره في الحسن والقيم والضحى والليل إذا سجى എന്ന ആയത്തിന് ഞാൻ കർണാടകയിൽ വെച്ച് അർത്ഥം പറഞ്ഞിരുന്നു. പ്രശോഭിതമായ നിബിതങ്ങളുടെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ കറുത്ത പുണ്യകേശം മുടി തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്. സൗദി അറേബ്യൻ ഒരാൾ ടെലിഫോൺ ചോദിക്കുന്നു, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ? ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു കുക്കാണ്. ഒരു കുക്കാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, കുക്കിനെ അറിയുന്നു? എനിക്ക് അറിഞ്ഞൂടാ. കുക്കിന് എന്തെല്ലാം അരിന്റെ പേരറിയാം. എന്റെ മകന്റെ കല്യാണത്തിന് ഒരു കുക്കിന് ഒരു അരിന്റെ പേര് തന്നിട്ട് ഞാൻ എത്ര കടയിൽ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അവസാനം ചൊക്കിലിനാ കിട്ടി. ഞാൻ 55 കൊല്ലത്തോളം, 53 കൊല്ലായി. ആ സമയത്ത് 52 കൊല്ലായിട്ടുണ്ടാവും ഞാൻ ചോറ് താൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഈ അരിന്റെ പേരുണ്ടോ? കുക്കിന് വലിയ വിവരമുണ്ട് ആ വിഷയത്തിൽ. കുക്കുണ്ടോ തഫ്സീർ റാസി കണ്ടിരിക്കുന്നു? ഓരോരുത്തർക്ക് അറിയുന്ന കാര്യം ഓരോരുത്തരും കൈകാര്യം ചെയ്തോ. കുക്ക് ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അങ്ങനല്ല ഇങ്ങനെയല്ല നമ്മൾ അറിയില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? ഓരോരുത്തരും അറിയുന്ന കാര്യം ഓരോരുത്തരും പറഞ്ഞോളൂ.
അല്ലാത്തതിലൊന്നും കടന്ന് സംസാരിക്കാൻ പാടില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആൻ അത് അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ഖുർആനാണ്. അതിന്റെ ഒരു തഫ്സീറാണ്. റഹ്മാൻ സൂറത്ത് ഒന്ന് പോയിട്ട് ഓതിക്കൊടുക്കോ നിങ്ങൾ? ഖുറൈശികളിലുള്ള പ്രമുഖന്മാരിക്കുന്ന പോയിട്ട് ഓതിക്കൊടുക്കോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഒരാളും ധൈര്യപ്പെടുന്നില്ല. കാരണം അന്ന് ശക്തിയില്ല. അന്ന് പുളിക്കല് നമുക്ക് സമ്മേളനം നടത്തണമെങ്കിൽ ഹൈക്കോടതി പോയിട്ട് പെർമിറ്റ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലമില്ലായിരുന്നു. നമ്മളെ SYS ശക്തിയില്ലാത്ത കാലം, SYS ശക്തിയില്ലാത്ത കാലം, SSF ശക്തിയില്ലാത്ത കാലം. പിന്നല്ലേ അൽഹംദുലില്ലാഹ് ഇപ്പൊ പെർമിറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു കോർട്ടിലും പോണ്ടില്ല, അല്ലാണ്ട് തന്നെ കിട്ടും. അത് നമ്മുടെ സംഘടന ശക്തിപ്പെട്ടതുകൊണ്ട് അവിടെ സംഘടനയുടെ ചാനലിൽ നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തണം. എന്നാലേ ദീൻ നിലനിർത്താൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പോയിട്ട് ഓതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാളും തയ്യാറല്ല. വളരെ ലോലമായ ശരീരമുള്ള ഒരു സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ തടിയും വണ്ണമൊന്നുമില്ല. മൂപ്പര് എഴുന്നേറ്റ്, നബിയെ ഞാൻ പോയി ഓതിക്കോളാം അവരെ മുമ്പിൽ വെച്ച്. നബി തങ്ങൾ ഇരിക്കുക, ഇബ്നു മസ്ഊദ് അവിടെ ഇരിക്കും. കാരണം മൂപ്പര് പറഞ്ഞേക്കാം ഈ തടി കണ്ടാൽ തോന്നൂല, അങ്ങനത്തെ തടിയാ. ഇബ്നു മസ്ഊദ് ഇരിക്കും. ആരെങ്കിലും ഉണ്ടോ ഖുറൈശികളുടെ സമൂഹത്തിൽ പോയിട്ട് അർ-റഹ്മാൻ സൂറത്ത് ഓതി കൊടുക്കാൻ? ആരും മിണ്ടുന്നില്ല. ഇബ്നു മസ്ഊദ് ഞാൻ പോയിക്കോളാം നബിയെ, ഞാൻ ഓതിക്കോളാം. ഇബ്നു മസ്ഊദ് അവിടെ ഇരിക്കും. പിന്നെയും ചോദിച്ചു, ഒരൊറ്റ കുട്ടി തയ്യാറില്ല. ഇബ്നു മസ്ഊദ് വീണ്ടും ഞാൻ പോയിക്കോളാം. ധൈര്യം വേണോ? ദീന് പറയാനും പഠിപ്പിക്കാനും ധൈര്യം വേണം. അപ്പൊ അപ്പുറത്തുനിന്ന് ആരെന്ത് പറയും, എന്റെ ആരോപണം പറയും, അങ്ങനെ എന്തല്ലോ. സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൂന്നാമതും മഹാനവറുകൾ തന്നെ നബിതങ്ങൾ പറഞ്ഞയച്ചു. ഖുർആൻ എത്തിച്ചു കൊടുക്കണ്ടേ? ബല്ലിഗ്മാ ഉൻസില ഇലൈക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ഖുറൈശികൾ വലിയ പ്രമുഖന്മാര് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയതാ. അർ-റഹ്മാൻ സൂറത്ത് അങ്ങ് ഓതിയപ്പോ അബൂജഹൽ എഴുന്നേറ്റ് വന്ന് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിട്, അവിടുത്തെ കാത് പൊട്ടിയിട്ട് ചോരയതാ പൊട്ടി ഒലിക്കുന്നു. കൊണ്ട് ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വരുന്നു. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ദീന് പ്രതി അതാ അടികിട്ടിയല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നന്നായിട്ട് ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ചിരിച്ചോണ്ടാ വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലേ, ഇബ്നു മസ്ഊദ് ഇങ്ങനെ കരയുമ്പോ നിങ്ങൾ ചിരിക്കേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ തങ്ങൾക്ക് പിന്നെ തിരിയും, പിന്നെ മനസ്സിലാകും നബിയേ. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം നടന്നപ്പോൾ നബിതങ്ങളെ കുറ്റം പറയുന്നു എന്ന് കേട്ടതിനാൽ രണ്ട് ചെറുപ്പക്കാർ അബൂജഹലിനെ അന്വേഷിച്ചു നടന്നു. അവര് രണ്ടുപേരും വെട്ടിത്തള്ളിയിട്ടു. അതാ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ സൈന്യത്തിൽ ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോ അബൂജഹൽ കിടക്കുന്നത് കാണുന്നു, ജീവൻ പോയിട്ടില്ല. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അടുക്കാനൊരു പേടി. കാരണം ഇതേതാ സാധനം? സുബ്ഹാനല്ലാഹ്. ചില പാമ്പുകളൊക്കെ അല്ലേ അടിച്ചവിടെ തല്ലിട്ടാലും പിന്നെയും ചിലപ്പോ കുത്തിക്കളിയും. ഇവനിങ്ങനെ കിടക്കുന്നുണ്ട്, ജീവൻ പോയിട്ടില്ല, അങ്ങനെ കൂർക്കം വലിക്കുന്ന മാതിരിയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിട്ട് കുന്തം കൊണ്ട് മൂക്കിനൊരൊറ്റ കുത്തങ്ങ് കൊടുത്തു. അതാ സനഖ്നഹു അലൽ ഖുർതൂം എന്ന് ഖുർആൻ പറഞ്ഞതിന് ആ മൂക്കുകുത്തലും തഫ്സീറുണ്ട് കേട്ടോ. അവന്റെ മൂക്കുകുത്തും, മൂക്കങ്ങ് ഓട്ടപ്പെട്ടുപോയി. ഇബ്നു മസ്ഊദ് തങ്ങൾ ദൂരെ നിന്ന് ഇങ്ങനൊന്ന് നോക്കി. ഇവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഉറച്ചപ്പോ ഇവന്റെ നെഞ്ഞത്തൊന്ന് കേറി നിൽക്കണം മൂപ്പർക്ക്. പക്ഷെ അങ്ങ് കേറാൻ കഴിയുന്നില്ല, അത്ര ജോറുണ്ട് ഇവന്. എന്തോ ഒരു സാധനം എടുത്തു വെച്ചിട്ടോ മറ്റോ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇവന്റെ നെഞ്ഞത്തങ്ങ് കേറിയിരിക്കുമ്പോ അബൂജഹൽ കിടക്കുന്ന സ്ഥലത്തുനിന്ന് പറയുന്നു, ആട്ടിനെ മേച്ച് നടന്ന കുട്ടി
നീ കേറിയത് എവിടെയാണ്? ഇബ്നു മസ്ഊദിന്റെ മറുപടി അൽ ഇസ്ലാമു യഅലൂ വലാ യുഅലാ. ഇസ്ലാം മേലെയാണടോ, ഇസ്ലാമിന്റെ ചോടയുള്ളൊക്കെ താഴെയാണടോ. അബൂജഹൽ പറയുന്നു, എന്റെ വാളിന് നല്ല മൂർച്ചയുണ്ട്, എന്റെ കഴുത്ത് എന്റെ വാള് കൊണ്ട് തന്നെ മുറിച്ചു. വാളിങ്ങെടുത്തു, കഴുത്തങ്ങ് മുറിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ തലയും കൊണ്ടിങ്ങ് വരണം നോക്കുമ്പോ ഇത് എടുത്തിട്ട് മൂപ്പർക്ക് പൊങ്ങുന്നില്ല. അത്ര വെയിറ്റ് ഉണ്ട് ഈ ഹമുക്കിന്റെ തല. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫല്യദ്ഉ നാദിഹു സനദഉ സബാനിയ. അബൂജഹലിനെ കുറിച്ച് ഇഖ്റ ബിസ്മിൽ പറഞ്ഞില്ലേ? അതേ, അവനെ ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ തല മൂർധാവ് പിടിച്ച് നമ്മൾ വലിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇബ്നു മസ്ഊദ് തങ്ങള് അവന്റെ കാതിനതാ ഓട്ട വരുത്തുന്നു, കാത് തുളക്കുന്നു. പണ്ട് കാത് അടിച്ച് പൊട്ടിച്ചതല്ലേ, പകരം കാത് തുളക്കുന്നു. നല്ലൊരു കയറും അതിന് കൊടുത്തുന്നു. അതാ തല വലിച്ചിങ്ങ് കൊണ്ടുവരുന്നു. ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്, നബിയേ, കാതിന് പകരം കാത് മാത്രമല്ല തലയോടെയാണ് കേട്ടോ. ഇബ്നു മസ്ഊദിന് സമ്മാനമാണ്. ഓ സുഹൃത്തുക്കളെ, ആ പരിശുദ്ധ ഖുർആൻ, അല്ലമൽ ഖുർആൻ, ഖുർആൻ തന്നെയാണ് നബിതങ്ങൾ റസൂലാണെന്നതിന്റെ അടയാളം. ആ പരിശുദ്ധ ഖുർആൻ ഇവിടെ ലോകത്ത് പ്രചരിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി എന്തെങ്കിലും ഒരു തകരാറുള്ള കാര്യം ലോകത്ത് പഠിപ്പിച്ചതായി ഏതെങ്കിലും ഒരു വിരോധിക്ക് കഴിയുമോ? അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് നിർദ്ദേശിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാണിക്കാൻ കഴിയുമോ? അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലല്ലേ അവിടുന്ന് നയിച്ചത്? എന്തിന് നബിതങ്ങളോട് വിരോധം വെക്കണം? അല്ല, ഇല്ല, അവിടുത്തെ മദ്ഹാണ് പറയേണ്ടത്, അവിടുത്തെ ധാരാളം പുകഴ്ത്തുകയാണ് വേണ്ടത്. അത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി الداح في أوصافه فما بلغ بالغا من شر ما أوتي بما في البال بال. ഹൃദയത്തിൽ കൊണ്ടുവന്നതിന്റെ 1,00,000 അംശം പോലും ലോകത്താർക്കും അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പിന്നെയല്ലേ ഒരു വിവരവും ഇല്ലാത്ത പാവപ്പെട്ടവൻ അവിടുത്തെ മദ്ഹ് പറയാൻ ലോകത്താർക്കും അവിടുത്തെ മദ്ഹ് പറഞ്ഞൊരു സ്ഥാനത്തെത്തിക്കാൻ കഴിയില്ല. പുകഴ്ത്തപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടവർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, ഓത്ത് പഠിച്ചിട്ടില്ല, പക്ഷേ എന്തും വായിക്കാനും ഏതെഴുത്തും അറിയാനുമുള്ള എല്ലാ കഴിവുകളും 40-ാമത്തെ വയസ്സിൽ അല്ലാഹു തആല അങ്ങ് കൊടുത്തു. എന്നാൽ നിങ്ങൾ ഓർക്കണം, അത് ലോകത്ത് പ്രകടിപ്പിക്കാൻ അതിനു മുമ്പേ ഞാൻ ആദം കളിമണ്ണോ അതല്ലേ കേട്ടിട്ട്
ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് പ്രമാണങ്ങൾ എതിരാളികൾക്ക് ശക്തമായ മറുപടി നൽകി എത്തിച്ചു കൊടുത്ത സുന്നത്ത് ജമാഅത്തിന്റെ ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു അബുൽ ഹസനിൽ അശ്അരി തങ്ങളുടെ അബൂബക്കർ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ വഴിയെ പഠിപ്പിച്ച ഉസ്താദിനെ വിമർശിക്കുന്ന ധാരാളം എതിരാളി വന്നപ്പോ വേണ്ടി ഉസ്താദ് പഠിപ്പിച്ചതിന്റെ പിന്നിൽ ഉറക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു സുന്നത്തിന്റെ ഇത്ര ഫലമുണ്ട് വിധങ്ങൾ തന്നെ പറഞ്ഞിട്ടീവാളമും വല്ലുപൊട്ടിറിച്ചില്ലേ, തലക്ക് മുറിവേറ്റില്ലേ, കൈമുറിഞ്ഞില്ലേ, കാലിൽ നിന്ന് രക്തപൊട്ടിയില്ലേ, അവിടുന്ന് തെറ്റ് പറഞ്ഞിട്ടാണ് തെറ്റ് ചെയ്തിട്ടാണോ? സത്യത്തിന്റെ വിരോധികൾ അങ്ങനല്ലേ ചെയ്യുക? സുഹൃത്തുക്കളെ കൊല്ലപ്പെട്ടില്ലേ പുത്തൻകളുടെ കുത്തിക്കൊന്നില്ലേ എതിരാളി ജമാഅത്തിന്റെ ഇത്രമാണ് ഹസനിൽ ആ മഹാകളുടെ പറയാൻ ഇബ്നു അദ് തങ്ങൾ ഒരു കിതാബ് തന്നെ ആരോപണത്തിന് മറുപടി പറയുന്ന ഗ്രന്ഥമെന്നാണ്. ആരോപണം പറയുന്നവർ അസൂയക്കാലുകളും അസൂയാലുക്കളും വിരോധികളുമാണ്. ഇരിക്കട്ടെ, അബുൽ ഹസനിൽ അശ്അരി തങ്ങളുടെ ശിഷ്യൻ അബൂബക്കർ ഇബ്നു ഫൂറഖ് മഹാനവറുകളെ സംബന്ധിച്ച് അസൂയാലുക്കൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു. കാരണം ഈ ഉസ്താദും ഉസ്താദിനെ പിന്തുടർന്ന് നീങ്ങുന്ന ശിഷ്യനും അവരെ കൊണ്ട് ഇവര് വിചാരിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ ഇബ്നു ഫൂറഖ് തങ്ങളെ കൊണ്ട് പറഞ്ഞ ആ ആരോപണം വലിയ ആരോപണമാണ്. സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ നിസ്സാരപ്പെടുത്തുന്ന ആളാണ് ഹരി സുന്നത്ത് അബൂബക്കർ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ നിന്ദിക്കുന്ന ആളാണെന്നാണ് പുതിയ ആരോപണം. അബൂബക്കർ തങ്ങളങ്ങനെ പറഞ്ഞു വിരോധി കഴിയാൽ വേണ്ടി പള്ളം പറഞ്ഞു കെട്ടിയിട്ടവരും കേട്ട് മുഹമ്മദ് നിഴലിലാണ് സുന്നത്തുകൾ ഇന്ന് വരുന്നത്. ഇതിനെതിരാണെന്ന് നിഴലും പറഞ്ഞത് ഞാൻ പൂർവകാലത്തുള്ളിതന്മാർ എന്ന കാര്യമായതിനാ ഞങ്ങൾ ശരിയല്ലോ മുഹമ്മദിനെന്ന് വാണ് എതിരാളി പ്രചരിപ്പിന്റെ പേര് ഭരണ മുസ്ലിമോ അങ്ങനെ ഒരു പറയുമോ ത്തിലും പറയുന്ന ഒരു ഇപ്പോൾ മുഹമ്മദ്
പറഞ്ഞിരുന്നു. പക്ഷേ ആളികൾ സംഭവിച്ചു. നിങ്ങളെ എതിരാളി തുറയാതില്ല തന്നെ മരണം. പക്ഷേ മരിക്കുന്ന പോയി മഴയാത്ത സമയുന്നു. രോഗമുടെ രോഗം വിജയേണ്ട വിഷയവും പ്രവർത്തകരായ നമ്മെ നെഞ്ഞിൽ ലഭിക്കണം വളർത്തിയാണ് നമ്മുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കും എല്ലാ അവറുകൾ ഇവിടെ കൊണ്ട് വേണ്ടിയല്ലേ ഞാൻ മണി മുതൽ അതേ ആംബുലൻസ് കൊണ്ട് പോകാൻ ഇതിൽ വലിയ സൗഭാഗ്യവും അമ്മന്റെ മൈപ്രമാണി നിങ്ങളെ നാട്ടിലല്ല ഞങ്ങൾ മരിച്ച ഒരു 2 ദിവസം കുടുംബം അതേ ഉണ്ടാകും വന്നുകൊണ്ട് അധികവും ചോറ് സുന്നത്തൊക്കെ നല്ല ഞാൻ ഇവിടെ എന്താ വന്ന ഞങ്ങളെല്ലാം പേരിൽ മരിച്ചു പോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ എന്റെ കുട്ടിയിൽ നിന്ന് എന്നെ ചുമലി പോയെന്നും ഓർമ്മയുണ്ട്. അല്ലാഹു നിന്നെ മരണ ബന്ധപ്പെട്ട നമ്മെ സ്ഥാപനങ്ങൾ വായിച്ചവർ നമ്മുടെ മരികട വരുമ്പോ മരിമുണ്ട് ആളുകളെ സന്തോഷത്തിലാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യണം. ഞാനിവിടെ